വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമറായിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആദ്യത്തെ കാര്യം, ഈ ന്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഞാൻ ഒരിക്കലും ഈ വീഡിയോ കൂടെ കാണിക്കില്ല. നിങ്ങളെല്ലാവരും യൂട്യൂബിൽ പോവുക, ചെക്ക് ചെയ്യുക, റെഫർ ചെയ്യുക, കാണുക. കാരണം ഈ കണ്ടൻറ്റ് യൂട്യൂബ് ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റ് ആണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതൊരു കുഞ്ഞു കുട്ടിയാണ്, 18 വയസ്സിന് താഴെയുള്ള 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ തരത്തിലുള്ള ന്യൂസ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ കാണിക്കുന്നതിന് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, കാര്യങ്ങൾ ഞാൻ സൈഡിൽ കൂടെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഈ ഒരു വിഷയം ഞാൻ 2 വീഡിയോ ഓൾറെഡി എടുത്തു കഴിഞ്ഞ് ഞാനിങ്ങനെ പോകാൻ നിൽക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്നലെ ഞാൻ ഓൾറെഡി ഇരുന്ന് ഒരുപാട് കണ്ട സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഭയങ്കര വിഷമം തോന്നി. എന്താ പറയുക, ഞാൻ ആ കുട്ടിയുടെ ഒരു അവസ്ഥ, വീട്ടുകാരുടെ ഒരു അവസ്ഥ, ആ കുട്ടിയുടെ ഒരു ഇമോഷനെ എടുത്ത് എങ്ങനെ ഉമ്മാർക്ക് ചെയ്യാൻ തോന്നി, ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇത് കേരളത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? വിജയ് ഇപ്പോൾ കയറിയിരിക്കുന്ന സമയം എന്തായാലും നല്ലൊരു തീരുമാനം എടുക്കുമെന്നുള്ളത് ഷുവറാണ്. ഇങ്ങനെ കുറേ തോട്ട്സ് പോവാം. അപ്പം ഞാൻ കരുതി എന്തായാലും ഇതിനെപ്പറ്റി സംസാരിക്കണം. അറ്റ്ലീസ്റ്റ് കാണുന്ന ഒരു പേരാണെങ്കിലും 2 ആളാണെങ്കിലും 3 ആളാണെങ്കിലും കാണുന്ന ആൾക്കാരുടെ ഒരു അറിവിലോട്ടോ ഇതിലോട്ടോ വേണ്ടിയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് കരുതി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിനായിട്ട് എടുക്കുന്നത്. അപ്പം ഈ വിഷയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളെല്ലാ തവണയും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനത്തെ തരത്തിലുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഞാൻ പൊതുവേ എൻ്റെ അധിക വീഡിയോസിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം എന്ന് പറയാമെന്നല്ലാണ്ട് ഞാൻ കമൻറ്റിനെ പറ്റി അധികം മെൻഷൻ ചെയ്യില്ല. പക്ഷെ ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യുന്നു. കാരണം എൻ്റെ ഇമോഷനിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ, ഞാൻ പറയുന്ന കാര്യമായിട്ട് നിങ്ങൾ റിലേറ്റബിൾ ആണെങ്കിൽ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് കൂടെ രേഖപ്പെടുത്തുക. അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മളുടെ ഒരു ശബ്ദമാവട്ടെ ഈ കമൻറ്റ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം വിഷയം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. 10 വയസ്സുകാരി പെൺകുട്ടി എന്ന് പറയുമ്പോൾ എത്രാം ക്ലാസ് ആയിരിക്കും? 15 വയസ്സ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്, 10 വയസ്സ് എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ്സുകാരി, വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കേസിൽ ഏറ്റവും വലിയ ഞെട്ടിച്ചൊരു സാധനം എന്ന് പറയുന്നതാണ്. കാരണം നമ്മളുടെ അയൽവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന 2 വ്യക്തികൾ മുട്ടായി വാങ്ങിത്തരാം, കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുട്ടീനെ വിളിച്ചിട്ട് മുട്ടായി വാങ്ങിത്തരാം എന്ന് പറഞ്ഞാണ് കുട്ടീനെ കൊണ്ടുപോയിട്ട് ഈ വൃത്തികെട്ടവന്മാർ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുട്ടീനോട് ചെയ്തത്. ആൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടീനെ അവന്മാർ ഇല്ലാണ്ടാക്കി. എങ്ങനെ ഇല്ലാണ്ടാക്കിയെന്നറിയോ? കുട്ടിയുടെ മുടി ഉപയോഗിച്ചിട്ടാണ് ഇല്ലാണ്ടാക്കിയത്. കയറൊന്നും കിട്ടിയില്ലേ? ഇവിടെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി പേഴ്സണലി ഭയങ്കര ഇങ്ങനെ ബ്ലാങ്ക് ഇതൊന്നൊരു സാധനം. അതിന് കുറേ റീസൺസ് ഉണ്ട്. ഒരു പ്രൈമറി റീസൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈവൻ എൻ്റെ വീഡിയോയിൽ കൂടെ എനിക്ക് പറയാൻ പോലും സാധിക്കുന്നില്ല 5 വയസ്സുകാരിയോട് ഇത് ചെയ്തു എന്നുള്ളൊരു സാധനം. എങ്ങനെ ഇത്രയും ചെറിയ കുട്ടീൻ്റെ അടുത്ത് ഈ തരത്തിലുള്ള ഇമോഷൻ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള താല്പര്യം ഈ ആൾക്കാർക്ക് തോന്നി? ആൻഡ് ചോക്ലേറ്റ് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ആ കുട്ടീനെ വിളിച്ചു വരുത്തുന്നു, എന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു. എത്ര പെയിൻ ആ കുട്ടി കടന്നുപോയി, എത്ര അത് വാവിട്ട് കരഞ്ഞു, എത്രയുമോ അത് അതിൻ്റെ ഒരു ഒച്ച കേൾക്കാൻ പോലും ചുറ്റും ആരും ഉണ്ടായിരുന്നില്ലേ? അത് കഴിഞ്ഞ് അതിൻ്റെ കാർക്കൂന്നൽ, ഞാൻ ഈ കുട്ടിയുടെ ഫോട്ടോ കണ്ട സമയത്ത് ഞാൻ മനസ്സിലായി ഇത്ര ക്യൂട്ട് മോളെ അറിയോ, മുടി ഫുള്ള് ചീകി മെടഞ്ഞ് കെട്ടി മടക്കി കെട്ടി. ഇന്ന് ആ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മേൻ്റെ അവസ്ഥ എന്താ? ആ കുട്ടിയുടെ ഫാമിലിയുടെ അവസ്ഥ എന്താ? ആ നാടിൻ്റെ അവസ്ഥ എന്താ? യുവന്മാരെ വളർത്തിയ അച്ഛനും അമ്മേൻ്റെ അവസ്ഥ എന്താ? ഒരിക്കലും പുറം ലോകം കാണരുത്. സ്പോട്ടിൽ വെടിവെക്കാൻ പറ്റുമെങ്കിൽ സ്പോട്ടിൽ. ഈ നിയമ സംവിധാനത്തിൽ മാറ്റം വന്നില്ലെങ്കിടാ, ഇപ്പോൾ 10 ആണെങ്കിൽ അതിനി കുറഞ്ഞു വരും. ഇവന്മാർക്ക് ഒരു എളുപ്പവും മാനുമില്ല. ഇല്ലെങ്കിൽ ഇവന്മാർ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണടാ. പറ്റുമെങ്കിൽ ജയിലിൽ പോകുമ്പോൾ പറ്റുന്ന പോലെ തലയടിച്ച് പൊട്ടിച്ചൂടാ, എന്തെങ്കിലും ചെയ്യടാ. കോടതി ഒന്നും ചെയ്യില്ല.
പക്ഷെ വിജയി ആയതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട്. നമ്മൾ കൊടുക്കുന്ന ശിക്ഷ പോലെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ എനിക്ക് ഇന്നത് കിട്ടുമെന്നൊരു ഭയം വേണം. ആ ഭയം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ തെറ്റ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. ആ ഭയം ഇന്നേ വരെ ലീഗൽ സിസ്റ്റത്തിന്, സൊസൈറ്റിയിൽ ആക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ എടുത്തു പറയുന്നു, സാധിച്ചിട്ടില്ല. அப்பா வேலைக்கு போயிருந்தாரு. குழந்தையோட அம்மா வீட்லயே தான் இருந்தாங்க. குழந்தை வாசல்ல விளையாடிக்கிட்டு இருந்தாங்க. இல்ல சும்மா கூப்பிட்டுட்டு பேசிட்டு, ஏற்கனவே பக்கத்து வீடுன்றனால அவங்க ஒரு பழக்கத்துல தான் கூட போயிருக்காங்க. அதாவது முதல்ல அந்த ஏரியால போய் விசாரிக்கப்போ அவரும் சேர்ந்து போலீஸ் கிட்ட அப்படிதான் ஒரு இது சொல்லிட்டு தேடி இருக்கிற மாதிரி அந்த மாதிரி ஒரு தோற்றம் அவர் கொடுத்தாரு. அவங்க விக்டிம் சைட்ல இருந்து அந்த பகுதிக்கு ஒரு 20-25 நாள் முன்னாடி தான் புதுசா குடி ஏறி இருக்காங்க. இது வரைக்கும் நாங்க பார்த்ததுல பழைய வழக்குகள் இல்ல. அதுவும் இன்னும் இட் இஸ் കണ്ടിന്യൂസ്ലി വി ആർ മോണിറ്ററിംഗ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ന്യൂസ് ഞാൻ സൈലന്റ് ആയിട്ടേന്ന്. എടാ, സൈലന്റ് ആയിട്ട് ഇടാൻ പറ്റൂ. കാരണം ഈ ന്യൂസിൽ ഒരു പോയിന്റ്, ഒരു സെക്കൻഡ് എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ഇല്ല. ആ കുട്ടി നേരിട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇവന്മാർ ബൈക്ക് കയറ്റിക്കൊണ്ട് പോയി തെങ്ങുംതോപ്പിൽ വെച്ച് അതിനുശേഷം ആ കുട്ടീനെ പുഴയിൽ കൊണ്ടുവിട്ടു. എടാ, നിങ്ങളുടെയൊക്കെ വിചാരം എന്താ? കള്ളത്തനം ചെയ്ത് ഈ ലോകത്ത് അറിയില്ല എന്നാ? എടാ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ. നിങ്ങൾ എന്ത് ചെയ്താലും ഇന്നല്ലേ നാളെ അത് പിടിക്കും, ഇന്നല്ലേ നാളെ അത് അറിയും. ഒന്നും അധിക കാലം ഒളിപ്പിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു തരി ദൈവത്തിൻ്റെ പ്രസൻസ് അവിടെ ഇട്ടിട്ടുണ്ടാവും. പിടിച്ചില്ലേ? ഇത്രയൊക്കെ ആയിട്ടും ഈ ലോകത്തുള്ള മനുഷ്യന്മാർക്ക്, അല്ലെങ്കിൽ ഈ കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് ഇത് മനുഷ്യല്ല കേട്ടോ. മനുഷ്യല്ല, അവർ മനുഷ്യൻ പറയാൻ പറ്റില്ല. കാരണം എനിക്കറിയാം, എൻ്റെ ഈ വീഡിയോസ് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പല വാക്കുകളും ഈ വീഡിയോയിൽ യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ഓരോ വിഴുങ്ങലിലും ഞാൻ ഓരോ വാക്കുകൾ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് ഓൺ ദ സ്പോട്ട് ഒന്നുമില്ലാണ്ടാവണവർ, അതും മൃഗീയമായ രീതിയിൽ. ആ 5 വയസ്സുകാരി പെൺകുട്ടി അനുഭവിച്ച് ആ പെയിൻ അനുഭവിപ്പിച്ചു കൊണ്ട് തന്നെ ഇവർ ആ സിറ്റുവേഷനിൽ കൂടെ കടത്തി പോകണമെന്നേ എനിക്ക് പറയാനുള്ളൂ. തെങ്ങുംതോപ്പാണ്, ഇത് പാറയാവണം. കാരണം ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഈ സൊസൈറ്റിയിൽ ഉണ്ടാവരുത്. ഇനി ഇങ്ങനൊരു കാര്യം ഉണ്ടാവരുത്. അതിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന സാധനം വിജയ് കൊടുത്തേ പറ്റൂ. വിജയിലൊരു പ്രതീക്ഷയുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഗവൺമെൻറ്റിൽ എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. കാരണം കേരളത്തിൽ ഇങ്ങനത്തെ ന്യൂസുകളുടെ എണ്ണം സ്റ്റാറ്റിസ്റ്റിക്കലി പറയാൻ നിന്നാൽ ഞാൻ തളർന്നു പോകടാ. ഞാൻ ഡിപ്രഷൻ അടിച്ചു. അത്രയ്ക്ക് ന്യൂസസ് ഉണ്ട്, അത്രയ്ക്ക് കേസസ് ഉണ്ട്. ചൂടേറിയ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് ന്യൂസസും കേസസും ഉണ്ട്. ഇതുവരെ ഒരു മാങ്ങാണ്ടിയും ആവാത്ത ഒരുപാട് കേസസ് ഉണ്ട്. അവിടെയെങ്കിലും കൊടുക്കണം. പണ്ട് ഈ രാജഭരണമൊക്കെ കുറ്റം വന്നെങ്കിലും ഞാനിപ്പോൾ ഒക്കെ ആലോചിക്കുന്നുണ്ട്, രാജഭരണമൊക്കെയാണ് നല്ലത്. രാജാവ് മാത്രം തീരുമാനം എടുത്താൽ പോരെ? ഈ തെളിവും കോടതി ഫീസ്, അപ്പുറത്തെ ഫീസ് ഇപ്പുറത്തെ ഫീസ് പരിപാടിയൊന്നുമില്ലല്ലോ. ഇവനൊക്കെ വാദിക്കാൻ പോകുന്ന വക്കീലുകൾ ഉണ്ടെങ്കിൽ, എടോ നിങ്ങളുടെയൊക്കെ ഇമോഷൻ എന്താടാ? നിങ്ങളുടെ മക്കൾക്കാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിന് ചെയ്യാൻ പറ്റും? ആളൂർ ചെയ്ത് ഇപ്പോൾ ആളൂർ ഇല്ലാണ്ടായി, സീരിയസ്ലി ഇല്ലാണ്ടായി. അതുകൊണ്ട് അധിക കാലമൊന്നും വളർത്തില്ല. കാരണം ആളൂരിനെ പോലെ ഒറ്റ വക്കീൽ മതി അങ്ങനത്തെ കേസ് ഈ ലോകം മുഴുവൻ അറിയാനും ഉണ്ടാവാനും. എന്തായാലും അത് തീർന്നു. ഇതൊരിക്കലും ഇതെടുത്ത് വെക്കാനോ കീറി മുറിക്കാനോ ഒന്നുമല്ല. എൻ്റെ മൈൻഡിൽ കൂടെ കടന്നുപോയ ഇമോഷനാണ്. ഇനി എത്ര പെൺകുട്ടികൾ ഈ ലോകത്തുണ്ട്, എത്ര പെൺകുട്ടികൾ. ഒന്നാമത് ഇതിൽ ഏതോ ഒരു ന്യൂസിൻ്റെ ഇടയിൽ ഞാൻ ലഹരി എന്നുള്ളൊരു പീസ് കണ്ടു. എനിക്കറിയില്ല ലഹരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. ഇനി അങ്ങോട്ട് ലഹരീൻ്റെ കാലമാണ്. ലഹരിയിൽ വീണും കടന്നും കമന്നും തിരിഞ്ഞും വളഞ്ഞും പോകുന്ന ഒരു കാലമാണ്. ഈ ഒരു കാലത്ത് നമ്മുടെ കുട്ടികൾ എത്ര സേഫാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടോ? ലഹരി യൂസ് ചെയ്യുന്ന പാരൻസിനോട് എനിക്ക് ചോദ്യം ചോദിക്കാനുള്ളത്, നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ആരവരെ സഹായിക്കും? ആരവരെ രക്ഷപ്പെടുത്തും? ആരവരുടെ കൂടെ ഉണ്ടാവും? എനിക്കറിയാൻ പാടില്ലായിട്ട് ഞാൻ ചോദിക്കുക. അതിൻ്റെ ഇങ്ങനെ ലഹരി യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ മുമ്പിൽ ഈ ലോകത്ത് എത്രത്തോളം സേഫാണ്, സെക്യൂറാണ്? ഈ ലീഗൽ സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെൻറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ?
ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ കേസുകൾ കൂടും, ഒരു കുറവും ഉണ്ടാവില്ല, ഇരട്ടിക്കും, ഡബിളായിട്ട് ഇരട്ടിക്കും. ആ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ കേസ് ഒഴിവാക്കണമെങ്കിൽ കൊടുക്കുന്ന ശിക്ഷ കൂടണം, ടൈറ്റ് ആവണം. ഒരിക്കലും അവന്മാർക്ക് ചെയ്യാൻ തോന്നരുത്. പച്ചയ്ക്ക് പറയണ കളഞ്ഞാളി കട്ട് ചെയ്ത് എന്നാ ഫ്രസ്ട്രേഷൻ അവിടെ തീരുവടാ, ആ ഫ്രസ്ട്രേഷൻ അവിടെ തീരും. എന്നിട്ട് ഒരു സൊസൈറ്റിയിലോട്ട് അങ്ങ് ഇറക്കി വിടുക. ഒരു സീനുമില്ല, ഒരു വിഷയമില്ല. അതൊക്കെ വേണ്ട. ഇപ്പോൾ വുമൺ കമ്മീഷൻ, ഫെമിനിസ്റ്റ് ആൾക്കാർ ഒക്കെ സൊസൈറ്റിയിൽ വുമണിന് വേണ്ടി ഒരുപാട് നിൽക്കുന്നുണ്ടടാ. നിയമം മാറ്റാൻ, ചേഞ്ചസ് വരുത്താൻ. 1950 ഉണ്ടായ സാധനമല്ലേ, ഒക്കെ ഒന്ന് മാറ്റി എഴുതട്ടെ, മാറ്റങ്ങൾ വരട്ടെ. അന്നത്തെ ലോകമല്ല ഇന്നത്തെ ലോകം. അന്ന് ഇതൊക്കെ മതിയായിരുന്നു, കാരണം പ്രശ്നങ്ങളില്ലല്ലോ. ഇന്ന് അതൊന്നും അല്ല. ലൈക്ക് ഇനി അങ്ങോട്ട് സംസാരിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ എന്തായിരിക്കും വിജയുടെ തീരുമാനം. അതായിരിക്കും എൻ്റെ അടുത്ത വീഡിയോ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ഡൺ.